ഒരു നഗരം ആരോഗ്യവും സൗന്ദര്യവും കൈവരിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ശുചിത്വമാണ്. ഒരു നഗരം വികസിക്കണമെങ്കിൽ അതിൻ്റെ വൃത്തി ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നതിൽ സംശയമില്ല. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യ സംസ്കരണം. മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കലും ദിനംപ്രതി ഉണ്ടാകുന്ന മാലിന്യങ്ങളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ മാത്രമേ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നഗരം ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാകും. മഞ്ചേരി നഗരസഭയിൽ ഈ ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് മഞ്ചേരിയിലെ ഹരിത കർമ്മസേന. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ നഗരസഭകളിലൊന്നായ മഞ്ചേരി നഗരസഭയിൽ 83 ഹരിത കർമ്മസേന അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. 5 വാഹനങ്ങളിലായി നഗരസഭയിലെ മുഴുവൻ വീടുകളിലും 4000-ലധികം സ്ഥാപനങ്ങളിലും ഇവർ എല്ലാ മാസവും സേവനം നൽകുന്നു. മാലിന്യ ശേഖരണം, വേർതിരിക്കൽ, സംസ്കരണം ഇവയാണ് അവരുടെ പ്രധാന ചുമതലകൾ. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരത്തിൻ്റെ ശുചിത്വവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്ന വലിയൊരു സംവിധാനത്തിൻ്റെ ഭാഗമാണിവർ. വീടുകളിൽ നിന്നും സർക്കാർ നിശ്ചയിച്ച് 50 രൂപ ഫീസ് ഈടാക്കുകയും ചെയ്യുന്നു. ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നമ്മുടെ ഏറ്റവും നല്ലൊരു സംഘടന സംവിധാനമാണ് കേരളത്തിലെ ഹരിത കർമ്മസേന. എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ്. അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാർഡുകളിൽ എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് അതുപോലെ ചില വീടുകൾ ചില ഭാഗങ്ങളിൽ നമ്മൾ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ വന്ന് കൃത്യമായിട്ട് ചെയ്യുന്ന നല്ലൊരു സംഘടന തന്നെയാണ് ഇപ്പോൾ ഹരിത കർമ്മസേന. നമ്പർ 1 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും അവരെ ഒന്നാം നമ്പറായിട്ട് തന്നെ കാണേണ്ട ഒരു സമയമാണിപ്പം. നമ്മുടെ എല്ലാ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മളെ ഒപ്പം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകേണ്ട ഒരു ആളുകളാണ് ഇതിലിപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും അതിനുള്ളൊരു ഫുൾ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. ചില ഭാഗത്തു നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും വരാൻ പാടില്ല. നമ്മുടെ നാടിന് തന്നെ ഒരു സമ്പത്ത്, ഒരു വലിയൊരു കൂട്ടാണ് അവർ എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി തന്നെ പോകേണ്ടതാണ് പറയാൻ. ഹരിതകർമ്മ സേനാംഗങ്ങൾ ദിവസവും നഗരത്തിലെ സ്ഥാപനങ്ങളിൽ എത്തുന്നതോടെ മാലിന്യം വ്യാപാരികൾക്കൊരു തലവേദനയായി മാറുന്നില്ല. സേവനങ്ങളിൽ വ്യാപാരികളും സംതൃപ്തരെന്ന് അവരും സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് യൂനുസ് സലീം. ഞാൻ മഞ്ചേരി ഹൈപ്പർ ബഡ്ജറ്റ്, ഇപ്പോൾ നമ്മൾ 2 ബഡ്ജറ്റ് ഉണ്ട്. അതിൽ മഞ്ചേരി ഹൈപ്പർ ബഡ്ജറ്റ് ഇവിടെ കച്ചേരിപ്പടിയിലുള്ള ബ്രാഞ്ച് ഹെഡാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ ഹരിത കർമ്മസേനയെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മളടുത്ത് ഇവർ വരൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. 3 വർഷം മുമ്പ് വളരെ ശോചനീയമായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിട്ടിരുന്നു. അതെന്തെന്ന് വെച്ചാൽ വളരെ വൃത്തിഹീനമായിട്ട് വളരെ ബുദ്ധിമുട്ടും അത് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു 3 വർഷം മുമ്പ് അവരായിട്ടുള്ളൊരു കരാറനുസരിച്ച് അവർ എല്ലാ ദിവസവും, അതായത് ഗവൺമെൻറ്റിൻ്റെ ഓഫ് ഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വന്നിട്ട് ടൈമിൽ അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവർ വളരെ മാന്യമായിട്ടും തന്നെ എല്ലാ കാര്യത്തിലും, കാരണം അവർ കൈകാര്യം ചെയ്യുന്ന വേസ്റ്റ് ആണെങ്കിലും നമ്മളോട് വളരെ ഭംഗിയായിട്ട് നമ്മളെ വേസ്റ്റ് എന്ന് പറയുന്നത് ആരാണെങ്കിലും അതിനേറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ അവൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് പരിചയമുള്ള ഈ ഒരു ടീം വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തു തന്നിട്ടുണ്ട്. അവര് സ്പെഷ്യലി താങ്ക്സ്. ശേഖരിച്ച മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്, വേസ്റ്റ്, മെറ്റൽ, പേപ്പർ തുടങ്ങിയ വിഭാഗങ്ങളായി വേർതിരിക്കും. പ്ലാസ്റ്റിക്, പേപ്പർ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ MCF വഴി കൈകാര്യം ചെയ്യും. മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള MCFലാണ് മാലിന്യം തരം തിരിച്ച് കയറ്റി അയക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് പുറമെ ഒരുപാട് പേരുടെ തൊഴിൽ മേഖല കൂടിയാണ് ഹരിത കർമ്മസേന. ദിനം പ്രതി 400 മുതൽ 650 രൂപ വരെ ദിവസവേതനമായി നൽകുകയും ചെയ്യുന്നു. ഹരിത കർമ്മസേനയുടെ ദൈനംദിന മേൽനോട്ടത്തിനായി 2 കോർഡിനേറ്റർമാരെയും നഗരസഭ നിയമിച്ചിട്ടുണ്ട്.
ഞാൻ ശ്രുതി, മഞ്ചേരി നഗരസഭയിലെ ഹരിത കർമ്മസേന അംഗമാണ്. 4 വർഷത്തിലധികമായി ഞാൻ മഞ്ചേരി ഹരിത കർമ്മസേനയിൽ ജോലി ചെയ്യുന്നു. ഒരു നാടിനെ വൃത്തിയാക്കുക എന്ന സേവനത്തിൽ പങ്കാളിയാവുക എന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന അഭിമാനം ചെറുതല്ല. ആദ്യമൊക്കെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ പോകുമ്പോൾ ചെറിയ രീതിയിൽ അതൃപ്തി ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മാസത്തിലൊരിക്കൽ എല്ലാ വീടുകളിലും എത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. കൂലി ലഭിക്കുന്നതിന്റെ അപ്പുറം മഞ്ചേരി പോലുള്ള ഒരു വലിയ നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയാണ്. മഞ്ചേരിയെ മാലിന്യമുക്തമാക്കുന്നതിന് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. ഉറവിടത്തിൽ നിന്ന് തന്നെ മാലിന്യം വേർതിരിക്കലിനും റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന ആശയം ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഹരിതകർമ്മസേന സഹായകരമാകുന്നു. ഹരിതകർമ്മസേനാംഗങ്ങൾ വെറും മാലിന്യ ശേഖരണത്തിന് മാത്രമല്ല, നഗരത്തിൻ്റെ ശുചിത്വ സംസ്കാരം നിലനിർത്താനും സമൂഹത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനുമാണ് പ്രവർത്തിക്കുന്നത്. ഇവർ ശുചിത്വത്തിൻ്റെ സന്ദേശവാഹകർ കൂടിയാണ്. നഗരസഭയുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതികളുടെ അടിസ്ഥാന സ്തംഭം ഹരിതകർമ്മസേനയാണ്. നഗരത്തിലെ പൊതു ഇവൻറ്റുകൾ, ശുചിത്വ ക്യാമ്പയിനുകൾ, സ്കൂൾ അവബോധ പരിപാടികൾ എന്നിവയിലും ഹരിതകർമ്മസേന സജീവ സാന്നിധ്യം പുലർത്തുന്നു. ദിനം പ്രതി വലിയ അളവിൽ വരുന്ന മാലിന്യങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക എന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഈ ഉത്തരവാദിത്തമാണ് ഓരോ ഹരിതകർമ്മസേന അംഗവും നമ്മുടെ ഏവരുടെയും സഹകരണത്തോടെ നിറവേറ്റുന്നത്. എല്ലാ വെല്ലുവിളികളും പ്രതിസന്ധികളും മറികടന്ന് അവർ ശുചിത്വത്തിൻ്റെ വഴികാട്ടികളായി മുന്നോട്ടു പോകുമ്പോൾ മഞ്ചേരിയെ മാലിന്യമുക്തമാക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം.